بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെ പോലെ തന്നെ മഖാരിജുൽ ഹുറൂഫ് പോലെ തന്നെ പ്രധാനമാണ് അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ സിഫാത്തുകൾ, അവയുടെ സ്വരവിശേഷണങ്ങൾ, സ്വഭാവങ്ങൾ, ഗുണങ്ങൾ എന്നൊക്കെയാണ് സിഫാത്ത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അക്ഷരങ്ങൾക്കുണ്ടാകുന്നതായ പ്രത്യേകമായ ചില ശബ്ദ ഗുണങ്ങൾ, അതാണ് സിഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. സിഫാത്ത് രണ്ട് വിധം: വിപരീതങ്ങളുള്ളവ, വിപരീതങ്ങളില്ലാത്തവ. അതിൽ ഹംസ്, ജഹ്ർ, ഷിദ്ദ, റഖാവ, ഇസ്തിഅലാ, ഇസ്തിഫാൽ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള രണ്ട് വിപരീതങ്ങളായ സിഫാത്തുകളിൽ ഒന്നാമത്തെ ഒരു സിഫത്താണ്, പ്രധാനപ്പെട്ട ഒരു സിഫത്താകുന്നു അൽ ഇത്ബാഖ്. ഇത്ബാഖ് എന്നാണ് ആ സിഫത്തിന്റെ പേര്. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ മഅനാഹു ഫിൽ ലുഗ അൽ ഇൽതിസാഖ്. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഒട്ടിച്ചേരുക എന്നാണ്, ഇൽതിസാഖ്. എന്നാൽ സാങ്കേതികമായി അത് ഉദ്ദേശിക്കപ്പെടുന്നത് ഇൻതിബാഖു ത്വായിഫത്തിൻ ഔ ഐ ജുംലത്തിൻ മിനൽ ലിസാനി ഇലൽ ഹനക്കിൽ അഅ്ലാ ഇൻദ അൻ-നുത്ഖ് ബിൽ ഹർഫ് വൻഹിസാറു الصوت ബൈനഹുമാ വലിദാ സുമ്മിയ മുത്ബഖ. നാവിന്റെ ഒരു ഭാഗം മൊത്തത്തിൽ മേലെ അണ്ണാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചേരുകയാണ്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, ഇത്ബാഖിന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് മേലെ ഇങ്ങനെ പൂർണ്ണമായും അമർന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ ഒട്ടിച്ചേരുന്നു എന്നതുകൊണ്ടാണ്, പൂർണ്ണമായല്ല, അതിന്റെ നാവിന്റെ ഒരു ഭാഗം അതിൽ ഒട്ടിച്ചേർന്ന് ഉച്ചരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത്ബാഖ് എന്ന സിഫത്ത് ഈ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നത്. അക്ഷരങ്ങളാവട്ടെ 4 എണ്ണം മാത്രമാണ്. ഇത്ബാഖിന്റെ അക്ഷരങ്ങൾ 4 എണ്ണം മാത്രമാണ്. അതിന്റെ വിപരീതം ഇൻഫിതാഹ് ആണ്, തുറസാവുക എന്നതാണ് ഇൻഫിതാഹ്. നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇത്ബാഖിന്റെ 4 അക്ഷരങ്ങൾ സ്വാദ്, ദ്വാദ്, ത്വാ, ള. ഇതിൽ ഏറ്റവും അഖ്വയായിട്ടുള്ള, ഇത്ബാഖിൽ ഏറ്റവും കഠിനമായ, ശക്തമായ ഹർഫാകുന്നു ത്വാ. കാരണം അതിൽ ജഹറുണ്ട്, ഷിദ്ദത്തുണ്ട് എന്ന കാരണത്താൽ ത്വായിലാണ് ഏറ്റവും ഖവിയായ ഇത്ബാഖ് നമുക്ക് ഉച്ചരിക്കുമ്പോൾ അനുഭവപ്പെടുക. എന്നാൽ ഏറ്റവും അദ്അഫായത് ആണ്, കാരണം അത് റഖാവത്തിന്റെ അക്ഷരമാണ്. എന്നാൽ സ്വാദും ദ്വാദും ഫമുതവസ്സിതതാനി. ഹിദായത്തുൽ ഖാരിയുടെ കർത്താവ് മർസഫി പറയുകയാണ്, സ്വാദും ദ്വാദും അമ്മ സ്വാദു വദ്വാദു ഫമുതവസ്സിതതാനി. ഇത്ബാഖിന്റെ വിഷയത്തിൽ മധ്യമ നിലവാരത്തിലാണ്, മിതമായ അവസ്ഥയാണ് ഈ സ്വാദിനും ദ്വാദിനും ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ്. അപ്പൊ എല്ലാ സിഫത്തുകളും ഒരേപോലെ എല്ലാ ഹർഫുകളിലും ഉണ്ടാവുക. ഏറ്റപ്പറ്റ് ഉണ്ടായിരിക്കും, ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലായിട്ട് അനുഭവപ്പെടും, മറ്റു ചിലത് അല്പം കുറച്ചായിരിക്കും എന്നൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്. ഈ ഇത്ബാഖിന്റെ 4 അക്ഷരങ്ങൾ. വമഅന ഇൻതിബാഖുൽ ലിസാൻ, നാവ് ഇങ്ങനെ ഒട്ടിച്ചേരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഐ ഖുർബ മിനൽ ഹനക്കിൽ അഅ്ലാ ഇൻദ അൻ-നുത്ഖ് ബിഹാദിഹിൽ അഹ്റുഫ് സിയാദതൻ അൻ ഖുർബിഹി മിൻഹു ഇൻദ ഗൈരിഹാ മിൻ ഹുറൂഫിൽ ഇസ്തിഅലാ അൽ മുതഖദ്ദിമ. ഇസ്തിഅലാന്റെ 7 അക്ഷരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അവയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട്
ഈ 4 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഹനക്കിലേക്ക് ഇത് അടുത്ത് വരുന്നു എന്നതാണ്. ഇത്ബാഖ് ഇൽസാഖ് എന്ന് പറഞ്ഞ പൂർണ്ണമായും അതിനെ ഒട്ടിച്ചേർക്കുക ഇല്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതിന്റെ ഒരു ഭാഗം ഉദ്ദേശിക്കപ്പെടുന്നത് ഖുർബുഹു മിനൽ ഹനക്കിൽ അല, മേലെ അണ്ണാക്കിലേക്ക് അത് അടുത്തതായി വരുന്നു. ഈ അക്ഷരങ്ങൾ 3 ഉച്ചരിക്കുമ്പോൾ അതിലേറ്റവും കഠിനമായതാണ് താഗ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഏറ്റവും അദ്വാഫാണ്, ഏറ്റവും ദുർബലമായതാണ് വാഹ് എന്നും പറഞ്ഞു. മധ്യത്തിൽ മിത സ്വഭാവം സ്വീകരിക്കുന്ന 2 അക്ഷരങ്ങളാണ് സ്വാദ് ദ്വാദ് എന്നും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇത്ബാഖ് വീണ്ടും ഈ വിഷയമായി പറയുന്നുണ്ട്. അബ്ലഗു അഖസ്സു മിനൽ ഇസ്തിഅല, കൂടുതൽ നീട്ടാൻ നമുക്ക് സമയമില്ല. ഇസ്തിഅലയിൽ നിന്ന് കൂടുതൽ പ്രത്യേകത കൽപ്പിക്കപ്പെടുന്ന 4 അക്ഷരങ്ങളാണ് ഇവ എന്നതും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതാണ് ഇവിടെ ഇത്ബാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇസ്തിഅലാന്റെ മറ്റക്ഷരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ അല്പം അണ്ണാക്കിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്. ബിസ്മില്ലാഹ്.